മോളെ അപ്പൊ ഒന്ന് വരുമോ? ഗുളികയൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ചിരുന്നാൽ വരും. എവിടേക്കാ പോകുന്നേ? ഇവിടെ വന്നിരിക്കുക. മോളെ ആ TV ഒന്ന് ഇട്ട് തരുമോ? ആ TV ഒക്കെ കേടാമ്മേ. ജാനു അമ്മേ, ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്നെയാ വഴക്ക് പറയുന്നേ. എനിക്കൊന്നും വേണ്ട, മരിച്ചാൽ മതി. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇട്ട ആയുസ് എടുത്തേ പോകാൻ പറ്റൂ. കഴിച്ചേ ആരെയാ എന്ന് നോക്കി നിൽക്കുന്നേ? എന്റെ മക്കളാരെങ്കിലും വരുന്നോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും നോക്കി നിൽക്കാനുണ്ടല്ലോ, എനിക്ക് ആരുമില്ല. എത്ര മക്കളാ? ഒരു മോനാ. എന്റെ മോള് ഈ ആഴ്ചയും വരില്ലേ എന്തോ. നിങ്ങൾക്ക് വല്ലപ്പോഴെങ്കിലും മക്കളെ കാണാമല്ലോ. എന്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പൊന്നുപോലെയാണ് ഞാൻ വളർത്തിയത്. ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ആശുപത്രിയിൽ പോകണമെന്നും പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ കൊച്ചുമക്കളെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. അവർ എന്നെ തിരക്കുന്നുണ്ടായി. എനിക്ക് അവരോട് അത്രയ്ക്ക് സ്നേഹമാണ്. എന്റെ മോൻ എന്നെ പൊന്നുപോലെയാ നോക്കിയത്. കല്യാണം കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമില്ലാതായി. ഞാൻ അവനോട് മിണ്ടുന്നത് പോലും അവൾക്ക് ഇഷ്ടമില്ല. എന്റെ മോൻ ഒരു ഹൃദ്രോഗിയാണ്. എനിക്ക് കിട്ടുന്ന ചെറിയ പെൻഷൻ പോലും ഞാൻ അവനാ കൊടുക്കുന്നത്. എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാനൊക്കെ. ഇന്ന് നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. കല്യാണമൊന്നും എനിക്കിപ്പോൾ വേണ്ട അച്ഛാ. ഒരു ജോലി കിട്ടട്ടെ. കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോകാമല്ലോ. അവരെത്തിയെന്നാ തോന്നുന്നു. ആ വരണം, ഇരിക്കണം. വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? ഇല്ല. മോള് റെഡിയായോ? അയങ്ങി വരാൻ പറയും. കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം, മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ അധികം താമസിയാതെ ഇതങ്ങ് നടത്താം. അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? നമുക്ക് എന്റെ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നാലോ? നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് എന്റെ മനസ്സമാധാനം കളയല്ലേ. കല്യാണത്തിന് കൊണ്ടുവന്നിട്ട് നമുക്ക് തിരികെ കൊണ്ടുവിടാം. ആ, നടന്നത് തന്നെ. അവരിവിടെ ഉണ്ടെങ്കിലേ ഞാനിവിടെ കാണില്ല. നിനക്ക് നാളെ ഇതൊക്കെയാ ഗതി, മറക്കണ്ട. നിങ്ങളെ അമ്മ കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്താ നിന്നോട് കാണിച്ചത്? എന്നെ അവർ അതിരൊക്കെ സ്നേഹിച്ചതാണോ? എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇവിടെ വരാൻ പറ്റില്ല. ഇത് പറഞ്ഞ് ഇനി നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട. നിങ്ങൾക്ക് നമ്മുടെ മോളുടെ ജീവിതമാണ് വലുതെങ്കിൽ അത് നടത്താൻ നോക്കുക.
പതിച്ചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊളിയെ ആക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥകു തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരക്കിനാവിന്റെ കഥകു തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ ആ വരണം വരണം. ആ മോള് വരാറില്ലേ? ഓ അതൊക്കെ തിരക്കല്ലേ. വിശേഷം വല്ലതുണ്ടോ? ഓ ചെന്ന് കയറും മുമ്പ് എന്ത് വിശേഷം? അവര് ജീവിക്കട്ടെ സമാധാനമായി. ഹലോ, എപ്പോഴാ? ഡീ, അമ്മ മരിച്ചു പോയെന്ന്. എനിക്ക് പോണം. എന്തിനാ ഇത്ര ധൃതി? നീ വരണമെങ്കിൽ പെട്ടെന്ന് വരാമോ? ബോഡി എടുക്കാൻ സമയമായി. അവര് വരും, വന്നിട്ട് എടുക്കാം. അവരെത്തിയല്ലോ. അമ്മ, ഈ മകനെ കാണാൻ ഒത്തിരി കാത്തിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അമ്മയെ വന്നൊന്ന് കാണാമായിരുന്നു. പാടിയതമ്മ ആലോലം ആട്ടിയതമ്മ ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ പൊന്നിന്റെ നിറമല്ലേലും പൊന്നെന്നു വിളിച്ചതമ്മ പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ ആരാട്ടു പാടിയതമ്മ താലോലം മാട്ടിയതമ്മ ഞാനുണരുമ്പോൾ പാൽമധുരം ചുരത്തിയമ്മ മാമോളിനു നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു പാൽച്ചിരിയാൽ ഞാനുണരുമ്പോൾ പാൽമധുരം ചുരത്തിയമ്മ മാമോളിനു നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു കാൽത്തളയും കരിവളയും പൊന്നരയിലവേലസും കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ അമ്മേ അമ്മേ
ചെവി ഒന്നും കേട്ടുകൂടെ? എത്ര നാളായി മോളെ നിന്നെ ഒന്ന് കണ്ടിട്ട്. എനിക്ക് എപ്പോഴെപ്പോഴും ഓടി ഓടി വരാൻ പറ്റുമോ? എനിക്ക് ഒന്നിനും സമയമില്ല. ഞങ്ങളിപ്പോ വന്നതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഞങ്ങൾ അടുത്ത ആഴ്ച ലണ്ടനിലേക്ക് പോവുകയാണ്. അയ്യോ, നീ ഇതൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. അതൊക്കെ പെട്ടെന്നാ തീരുമാനിച്ചത്. ഹൃദ്രോഗിയായ നിന്റെ അച്ഛനെയും നടക്കാൻ പോലും വയ്യാത്ത നിന്റെ അമ്മയെയും ഇട്ടിട്ട് നീ എങ്ങോട്ടാ മോളെ പോകുന്നത്? ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അങ്ങനെ പറഞ്ഞാ പറ്റുമോ? ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് നോക്കണ്ടേ? ചേട്ടന് ഇവിടുത്തെ ജീവിതം അഡ്ജസ്റ്റ് ആവുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസം നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ സെറ്റിൽഡ് ആയേ പറ്റൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടാക്കാം. മോളെ, വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളുടെ ജീവിതം, കുട്ടികളുടെ ഭാവി ഇതെല്ലാം നോക്കിയേ പറ്റൂ. അച്ചമ്മയും വൃദ്ധസ്ഥാനത്തിലായിരുന്നല്ലോ, നിങ്ങൾക്ക് എന്താ പോയാല്? മോളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയാ മതി. അവസാന കാലത്തെ കിടന്ന് നരയിക്കണ്ടെന്ന് കരുതിയാ പറയുന്നത്. അവസാനം പുഴുവരിച്ചു കിടന്ന് നാട്ടുകാര് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. മോളെ, എന്റെ ഈശ്വര, എന്ത് വിധിയാ ഇത് ഭഗവാനെ! കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത്യാവശ്യമുള്ള മരുന്നോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു. നിങ്ങളെ കൊണ്ടാക്കിയിട്ട് വേണം മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ. പെട്ടെന്നാകട്ടെ. പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. പൊന്നിന്റെ നിറമല്ലേലും പൊന്നെന്നു വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ, താരാട്ടു പാടിയതമ്മ, താലോലം മാട്ടിയതമ്മ. ഞാനുണരുമ്പോൾ പാൽമധുരം ചുരത്തിയമ്മ, മാമോളിനു നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു. പാൽച്ചിരിയാൽ ഞാനുണരുമ്പോൾ പാൽമധുരം ചുരത്തിയമ്മ, മാമോളിനു നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു. കാൽത്തളയും കരിവളയും പൊന്നരയിലൊരേലസും കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ, കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ.